2006-ലാണ് ഏരിയൽ ഷാരോണ് ഹൃദയാഘാതമുണ്ടായത്. തുടർന്ന് അബോധാവസ്ഥയിലായ ഇദ്ദേഹം ടെൽ അവീവിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇദ്ദേഹത്തിന്റെ കിഡ്നിയുടെ പ്രവർത്തനം നിലച്ചതായും ജീവനുവേണ്ടി മല്ലിടുകയാണെന്നും ഇസ്രയേൽ റേഡിയോ അറിയിച്ചു. ഈ നില തുടർന്നാൽ ഏതാനും ദിവസങ്ങൾക്കകം ഷാരോൺ മരിക്കാനിടയുണ്ടെന്ന് ഇസ്രയേലിലെ പ്രമുഖ ദിനപത്രമായ ഹാരറ്റ്സും ചാനൽ 2 TVയും റിപ്പോർട്ട് ചെയ്തു. എന്നാൽ വിവരം സ്ഥിരീകരിക്കാൻ ടെൽ ഹഷോമർ ആശുപത്രി അധികൃതർ തയ്യാറായില്ല. ഇസ്രയേൽ രാഷ്ട്രീയത്തിലെ വിവാദ പുരുഷനാണ് 85-കാരനായ ഏരിയൽ ഷാരോൺ. 1983-ൽ ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പുകൾ ആക്രമിച്ച് നൂറുകണക്കിന് പേരെ കൊന്നൊടുക്കിയതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട് അന്ന് പ്രതിരോധ മന്ത്രിയായിരുന്ന ഷാരോൺ. തീവ്ര ഫലസ്തീൻ വിരുദ്ധ വികാരം പ്രചരിപ്പിച്ചാണ് മുൻ പട്ടാള ജനറൽ കൂടിയായ ഷാരോൺ ഇസ്രയേൽ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത്. ലിക്വിഡ് പാർട്ടി പ്രതിനിധിയായി 2001 മുതൽ 2006 വരെ പ്രധാനമന്ത്രിയായിരുന്നു. വെസ്റ്റ് ബാങ്കിനെ ഇസ്രയേലിൽ നിന്ന് വേർതിരിക്കുന്ന കൂറ്റൻ മതിൽ നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് തുടക്കമിട്ടത് ഷാരോണാണ്. ഫലസ്തീൻ പ്രദേശങ്ങൾ കയ്യേറി വീടുകൾ നിർമ്മിക്കുന്നതിനെ ശക്തമായി പ്രോത്സാഹിപ്പിച്ചിരുന്നു ഷാരോൺ. ഹമാസിന്റെ പ്രതിരോധത്തെ തുടർന്ന് 2004-ൽ ഗസയിൽ നിന്ന് പിന്മാറേണ്ടി വന്നതാണ് ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലേറ്റ ഏറ്റവും വലിയ തിരിച്ചടി. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.